മാർക്ക് വളരെ കുറവായിരുന്നു. ഞാനിവിടെ വന്ന ആരാധന സമയത്ത് അമ്മയോട് ഞാൻ പറഞ്ഞു എൻ്റെ കുഞ്ഞിനെ 90% മാർക്ക് അമ്മ കൊടുക്കണം എന്ന് പറഞ്ഞ് ഞാനിവിടെ വന്ന് ആരാധന സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുകയുണ്ടായി. ഞാൻ കണ്ണു തുറന്നപ്പം അമ്മ എനിക്ക് തന്നു എന്നുള്ളൊരു അർത്ഥം എനിക്ക് അവിടെ ഫീൽ ചെയ്തു. ഞാൻ മകനോട് ഞാൻ പറഞ്ഞു, മോനെ അമ്മ മാതാവിനോട് മാർക്ക് ചോദിച്ചിട്ടുണ്ട്, അത് അമ്മ തരുവട്ടോ എന്ന് പറഞ്ഞു. അവൻ എന്നോട് ചോദിച്ചു എത്രയാണ് അമ്മ ചോദിച്ചതെന്ന്. ഞാൻ പറഞ്ഞു അത് നിൻ്റെ നാവിൽ നിന്ന് തന്നെ എനിക്കത് കേൾക്കും, അമ്മ അത് തരുമെന്ന് പറഞ്ഞു. അവൻ്റെ റിസൾട്ട് വന്നു. ഞാൻ 90% മാർക്കാണ് ചോദിച്ചത്. അവനെ എല്ലാ വിഷയങ്ങൾക്കും 90% മാർക്ക് കൊടുത്ത് അമ്മ അന്ന് അവനെ അനുഗ്രഹിച്ചു. അതിനുശേഷം അവന് ഡിഗ്രിക്ക് പഠിക്കാനായിട്ട് അവന് സീറ്റ് ബുക്ക് ചെയ്യാനായിട്ട് അവിടെ 7 ലക്ഷം രൂപ അവർ ആവശ്യപ്പെട്ടു. ആ കാശുമായി ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തായിരുന്നു. ഞാൻ ആ ഉടമ്പടി പത്രത്തിൽ ആ 7 ലക്ഷം രൂപ പൊതിഞ്ഞ് പിടിച്ചിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, ഈ കാശ് കൊടുത്ത് എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കേണ്ട, അല്ലാണ്ട് തന്നെ അമ്മ അവനൊരു സീറ്റ് അമ്മ കൊടുക്കണമെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് ഞങ്ങൾ പൈസ കൊടുത്തു. ഞങ്ങളോട് പറഞ്ഞു പോയിക്കോളൂ, നിങ്ങൾക്ക് സീറ്റ് ഉറപ്പാണ്, അവനൊരു എക്സാം അറ്റൻഡ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. പക്ഷേ ആ എക്സാമിൽ അവൻ ഫെയിലായി. അതിനുശേഷം അവർ ഞങ്ങളെ വിളിച്ച് ആ കാശ് ഞങ്ങൾക്ക് അവർ തിരിച്ചു തന്നു. അതിനുശേഷം മോൻ ആ കോളേജിൻ്റെ കീഴിൽ തന്നെയുള്ള ഒരു കോളേജിൽ അവനൊരു എക്സാം എഴുതുകയും റാങ്കോട് കൂടി അവൻ ആ കോളേജിൽ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. അതിനുശേഷം അവന് കുറച്ച് സപ്ലി ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് എൻ്റെ കാശുരൂപം 2018 ഉടമ്പടി എത്തിയതിന് ശേഷം കൊറോണയും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം എൻ്റെ കാശുരൂപം ഒന്ന് നഷ്ടപ്പെട്ടായിരുന്നു. ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ ജപമാല കോർക്കുമായിരുന്നു. ജപമാല കോർത്ത് ഞാൻ എല്ലാവർക്കും വിതരണമൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ ഇവിടെ നിന്ന് കാശുരൂപം വാങ്ങിച്ചുകൊണ്ട് പോയി എല്ലാത്തിലും ഞാൻ ഇട്ട് കൊടുക്കും. എന്നിട്ട് ഞാൻ മാതാവിനോട് പറയുമായിരുന്നു, എനിക്കൊരു കാശുരൂപം ഇല്ല അമ്മ, എനിക്കത് ഭയങ്കര സങ്കടം തന്നെയാണ്, എൻ്റെ കാശുരൂപം കാണാനില്ലല്ലോ. അപ്പം അന്നേരം ഇവിടെ ജോസഫ് അച്ഛൻ പറയുകയും ചെയ്തു, പഴയ കാശുരൂപം ഉണ്ടെങ്കിൽ നമുക്കത് ഇവിടുന്ന് മാറ്റി മേടിക്കാമെന്ന് പറയുകയും ചെയ്തു. എൻ്റെ കയ്യിൽ പഴയ കാശുരൂപം ഇല്ല. ഇപ്പം 2024 ഞാൻ 3ാമത്തെ പുതുക്കലിൻ്റെ സമയത്തായിരുന്നു. വീട്ടിൽ വെച്ച് എനിക്ക് ഭയങ്കരമായിട്ട് മുല്ലപ്പൂവിൻ്റെ സുഗന്ധാഭിഷേകം ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. മാതാവിൻ്റെ അടുത്ത് എവിടെയോ ഉള്ളതുപോലെ തോന്നി. ഞാൻ എപ്പോൾ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ ഞാൻ മാതാവിനോട് മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് ചൊല്ലാറ്. അപ്പോൾ ഞാൻ പറയും എനിക്ക് സങ്കടമാണ് അമ്മ, എനിക്കൊരു കാശുരൂപം ഇല്ലല്ലോ എന്ന് പറയുമായിരുന്നു. 3ാമത്തെ പുതുക്കലിൻ്റെ സമയത്ത് ഞാൻ ഞായറാഴ്ച വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ കാറിലായിരുന്നു പോയത്. ആ പോണ സമയം വരെ കാറിൻ്റെ അകത്ത് അങ്ങനെ ഒരു കാശുരൂപം ഞാൻ കണ്ടില്ല. 2018 നഷ്ടപ്പെട്ട ആ കാശുരൂപം 2024 ആയപ്പോൾ ആ കാറിൻ്റെ അകത്ത് ഞാൻ ഇരുന്ന സീറ്റിൻ്റെ എൻ്റെ അരികിൽ ആ പഴയ കാശുരൂപം അത് എങ്ങനെ വന്നുവെന്ന് എനിക്കിപ്പോഴും ആലോചിക്കുമ്പോൾ എനിക്ക് ഒരു പിടുത്തവും എനിക്ക് കിട്ടാനില്ല. ആ കാശുരൂപം നിലത്ത് കിടന്ന് കിട്ടി. എത്രയോ പ്രാവശ്യം വണ്ടിയിൽ വാഹനങ്ങൾ ചെയ്തേക്കണം, യാത്ര പോയേക്കണം, എത്രയോ പ്രാവശ്യം വണ്ടി ഞങ്ങൾ ക്ലീൻ ചെയ്തേക്കണം. ആ കാശുരൂപം അവിടെ കണ്ടിട്ടുണ്ടായില്ല. ഭയങ്കര സന്തോഷം തോന്നി. ഓടി ഇവിടെ വന്ന് എനിക്ക് പുതിയ കാശുരൂപം എനിക്ക് വേറെ കിട്ടി. അതുപോലെ എനിക്ക് ബാത്റൂമിൽ പോയിട്ട് വന്നു കഴിയുമ്പം എനിക്ക് ഭയങ്കര പുകച്ചിലായിരുന്നു. കുറേ നാൾ ഒരു 1.5 വർഷത്തോളം ഞാൻ മരുന്ന് കഴിച്ചു. എനിക്കൊരു കുറവുണ്ടായില്ല. ഞാനിവിടെ തൈലം വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ തൈലം പുരട്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പോൾ 2 വർഷമായിട്ട് എനിക്ക് അങ്ങനെ ഒരു അസുഖമോ രോഗമോ ഒന്നുമില്ല. എനിക്ക് ഇരിക്കാൻ പോലും പറ്റില്ലായിരുന്നു. അത്രയും വേദനയും പുകച്ചിലുമായിരുന്നു. അതെല്ലാം എനിക്ക് മാറിക്കിട്ടി.